ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റി. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ അഴിച്ചുപണിയാണ് പോലീസിൽ ഉണ്ടായിരിക്കുന്നത്. സ്ഥലം മാറ്റം വൈകുന്നത് നേരത്തെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പോലീസ് സേനയിലെ മികവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ഥലം മാറ്റമെന്നാണ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകുക. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയൊരു സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഉള്ള ആദ്യത്തെ അഴിച്ചുപണിയാണല്ലോ പോലീസിൽ. 161 ഡിവൈഎസ്പിമാർക്ക് ഉൾപ്പെടെ സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നു. പോലീസ് സേനയ്ക്കകത്ത് ഈ അഴിച്ചുപണിയെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് പ്രശാന്ത്? ഗൗതം, സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ആദ്യ സ്ഥലമാറ്റമാണ് ഇപ്പോൾ അഴിച്ചുപണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ DIG IG തലങ്ങളിലൊക്കെയുള്ള ഒരു അഴിച്ചുപണി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ADGP തലങ്ങളിൽ അഴിച്ചുപണി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ DYSP തലത്തിൽ ഒരു സമൂലമായ ഒരു അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത്. 161 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ വിവിധ സ്റ്റേഷൻ പരിധികളിലേക്ക് വിവിധ ജില്ലകളിലേക്കൊക്കെ സ്ഥലം മാറ്റം നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റം നടക്കാത്തതുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 മാസം പിന്നിടുമ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം വൈകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടേഷൻ വന്ന നിരവധി ഉദ്യോഗസ്ഥർ, ഇലക്ഷൻ സമയത്ത് ഡെപ്യൂട്ടേഷൻ വന്ന നിരവധി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഇവരുടെ ഒന്നും സ്ഥലം മാറ്റം വൈകാത്തത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ തന്നെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് അതിൽ ബൈജു പൗലോസിനെ ആലുവയിലേക്കും അതോടൊപ്പം തന്നെ DYSP ബൈജു പൗലോസിനെ ആലുവയിലേക്കും PK മണിയെ പയ്യന്നൂരിലേക്കും PM മനോജിനെ നാദാപുരത്തേക്കും സ്ഥലം മാറ്റി. കൂടാതെ മൂസ പള്ളിക്കാടനെ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP ആയും അതോടൊപ്പം തന്നെ N സുനിൽകുമാറിനെ ഇടുക്കി ക്രൈംബ്രാഞ്ച് DYSP ആയും എല്ലാം സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും സ്ഥലം മാറ്റം വിവിധ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ ഷാബി പറമ്പലിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനടക്കം സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സമഗ്രമായ ഒരു സ്ഥലമാറ്റമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. 161 DYSP റാങ്കിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അപ്പോഴും സ്റ്റേഷൻ്റെ പൂർണ്ണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ ഇതുവരെ മാറ്റിയിട്ടില്ല. അതായത് SI സർക്കിൾ ചുമതല വഹിക്കുന്നവരെ അവർക്കുള്ള സ്ഥലമാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഓഗസ്റ്റ് മാസത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സമൂലമായ സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയത്. തുടർന്നാണ് ഇനി ആഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ വരുമ്പോൾ ഈ SI CIമാരുടെ സ്ഥലമാറ്റവും ഉണ്ടാകും. ഇതോടുകൂടി തന്നെ പൂർണ്ണമായും സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു സമ്പൂർണ്ണ സ്ഥലമാറ്റം എല്ലാ താഴെത്തട്ട് മുതൽ SHO തലം തൊട്ട് അല്ലെങ്കിൽ SI തലം തൊട്ട് മുതൽ DYSP റാങ്ക് വരെയുള്ള അല്ലെങ്കിൽ IG റാങ്ക് വരെയുള്ളവരുടെയൊക്കെ സ്ഥലമാറ്റം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഓക്കെ, 161 DYSPമാർക്ക് ഉൾപ്പെടെ സ്ഥലം മാറ്റം നടത്തിക്കൊണ്ട് പുതിയ സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ പോലീസിലെ അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.